അവസാനം നമ്മുടെ ദളപതി വിജയ് അത് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ പ്രവേശനം വിളംബരം കഴിഞ്ഞ ജനുവരി 25 അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴക വെട്രിക്കഴകം, അതാണ് പാർട്ടിയുടെ പേര്. അപ്പോൾ നമ്മൾ പേടിക്കേണ്ടപ്പോൾ ഈ ഉടനെ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനൊന്നും അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊന്നും മത്സരിക്കുന്നില്ല. 2026 നടക്കാൻ പോകുന്ന തമിഴ്നാട് അസംബ്ലി ഇലക്ഷൻ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടാക്കുന്നതിൽ ഇതിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുവരെ 1-2 സിനിമകൾ ചെയ്ത് തീർക്കാനുണ്ട് ദളപതിക്ക്. അതൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ്, അങ്ങനെ അർജൻറ്റായിട്ടൊന്നും എടുത്തിയാടുകയല്ല, കുറേ കാലങ്ങളായി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കെ ഇറക്കിയിരുന്നു. ആ ഒഫീഷ്യൽ കമ്മ്യൂണിക്കയിൽ പറയുന്നത് ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും അദ്ദേഹം തമിഴ്നാട്ടിലായിരിക്കും പറയുന്നത്, പൊളിറ്റിക്കൽ കറപ്ഷനെ പറ്റിയാണ് ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ പാർട്ടികളെ പറ്റിയുള്ള പരാതിയാണ്. പിന്നെ ജാതി മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം, ഇതിലൊക്കെ നിരാശ കൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റായ, അല്ലെങ്കിൽ ഒരു കറപ്ഷനുമില്ലാത്ത, അല്ലെങ്കിൽ ജാതി മതങ്ങൾക്ക് അതീതമായ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാവുകയും അങ്ങനെ തമിഴ്നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ പദവിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഭരണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിജയിൻ്റെ ലക്ഷ്യമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കും അദ്ദേഹം ഈ 1-2 വർഷം ഇടപെടുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും നമ്മൾ ഈ രജനീകാന്തിനെയൊക്കെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. രജനീകാന്ത് ഇപ്പം ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ പല പാർട്ടികളിൽ ചേരും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്ന അവസാനം അദ്ദേഹം അതൊന്നും നടത്താതെ പിൻവാങ്ങിയിരിക്കുന്നതാണ്. എന്നാൽ ചിലരൊക്കെ വരികയും ചെയ്തു. കമലഹാസൻ രൂപീകരിച്ചു, വിജയകാന്ത് രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു. പക്ഷെ അവർക്കൊന്നും വേണ്ടത്ര പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചരിത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു കാലത്ത് ശിവാജി ഗണേശൻ കോൺഗ്രസ്സിലൊക്കെ നിന്നിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതും കാര്യമായിട്ടൊന്നും എവിടെ എത്തിയില്ല. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയം സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. MGR, ജയലളിത, കരുണാനിധി, ഇവരൊക്കെ തന്നെ സിനിമയിലൂടെ അല്ലെങ്കിൽ നാടകത്തിലൂടെ, കലാപ്രവർത്തനത്തിലൂടെ അധികാര കേന്ദ്രങ്ങളിലെത്തിയവരാണ്. അപ്പം നമുക്ക് വിജയും അവിടെ എത്തിക്കൂടായികയില്ലെന്നില്ല. നാളെ ഒരു പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് ദളപതി വിജയ് ആയിക്കൂടായി നമുക്ക് പറഞ്ഞുകൂടാ. എല്ലാ സാധ്യതകളുണ്ട്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് എത്രമാത്രം എളുപ്പമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി അവിടെ ഒരു DMK എന്ന ശക്തമായ ഒരു കാഡർ സംവിധാനമുണ്ട്. ADMK വളരെ ദുർബലമായി നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയിൻ്റെ പാർട്ടിക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പാർട്ടിയെയും സപ്പോർട്ട് ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ വിജയിന് വളരെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം വിജയ് മക്കൾ ഇയക്കം എന്നുള്ള ഒരു NGO സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഒക്കെ വളരെ കാലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം വെള്ളപ്പൊക്കം വന്നപ്പോഴായാലും ശരി, കൊറോണ കാലത്തായാലും ശരി, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലായാലും ശരി, സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുന്നതിലായും വിജയ് ഫാൻസാണ് അത് കൊണ്ട് നടത്തുന്നത്. അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ തന്നെ അദ്ദേഹത്തിന് കാണുന്ന ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം പലപ്പോഴും കയ്യിലില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ ഒരു കാര്യത്തിൽ നിരാശപ്പെടുത്തുന്നതെന്നും അതുകൊണ്ട് തീർച്ചയായും അധികാര സ്ഥാനത്തിലെത്തിയേ തീരൂ എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനം. അതുകൊണ്ട് തീർച്ചയായും 2026 നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ തമിഴക വെട്രിക്കഴകം, അതിന് അദ്ദേഹം എഴുതിയ ആ കമ്മ്യൂണിക്കയിൽ പറയുന്നൊരു വാക്കുണ്ട്, പിറപ്പോക എല്ലാം ഉയിർക്കും എന്ന് പറഞ്ഞാൽ ഈ ജനിക്കാൻ പോകുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ്. അതൊരു വള്ളുവരുടെ മൊഴിയാണ് സത്യത്തിൽ. അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ നമ്മുടെ വിജയ് ആ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അത് എത്രമാത്രം വിജയത്തിലെത്തിക്കും എന്താണെന്നൊന്നും അറിയില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ഇതുമില്ലാത്തൊരു നാടാണല്ലോ നമ്മുടെ ഇവിടെ. എത്രണ്ണം വേണമെന്നുള്ളത്, എത്രാമത്തെ പാർട്ടിയാണ് തമിഴ്നാട്ടിലെന്ന് തന്നെ നമുക്ക് എണ്ണി നോക്കേണ്ടി വരും. ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഐഡിയോളജി, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ബൈലോ, അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളതൊക്കെ ഇനിയാണ് ചെയ്യാൻ പോകുന്നതെന്നും എല്ലാം ഈ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൊടി തീരുമാനിക്കും, എംബളം തീരുമാനിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ
തീരുമാനിക്കുന്ന ഈ ലോക്സഭാ ഇലക്ഷന് ശേഷമായിരിക്കും. 1-2 സിനിമകൾ അദ്ദേഹത്തിന് ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് ഇല്ലെന്നും ജനസേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിജയിനെ ആ സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയമാണ്, അതിൻ്റെ പ്രായോഗിക വശങ്ങളെപ്പറ്റി എന്തുമാത്രം വിജയ് അല്ലെങ്കിൽ ഈ ദളപതിക്ക് പിടിപാടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിജയാശംസകൾ നേരാൻ മാത്രം നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാം നല്ലതിനായി തീരട്ടെ. വിജയിൻ്റെ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിച്ച ചില രാഷ്ട്രീയ സിനിമകളിലൊക്കെ അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങളുണ്ട്. അതൊക്കെ നന്മയെ പൊക്കി പിടിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നല്ല സന്ദേശം നൽകുന്ന കുറേ സിനിമകളുണ്ട്. അതുപോലൊക്കെ തന്നെ കാരണം വലിയൊരു കഴിവുള്ള നടനാണ് വിജയ്. ഡാൻസ് ആയാലും അതിൻ്റേത് വിജയിൻ്റെ ചില ശൈലികൾ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് മലയാളികൾക്കും വലിയ ഇടയിൽ, കാരണം ഇവിടെ വലിയ തോതിൽ പണം കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വിജയിൻ്റെ തമിഴ് സിനിമകൾ. അതുകൊണ്ട് മലയാളി ആരാധകർക്കും അദ്ദേഹത്തിൻ്റെ ആ ഉയർച്ചയിലെ രാഷ്ട്രീയ പ്രവേശനത്തിൽ വളരെ സന്തോഷമായിരിക്കും. വൺസ് അഗെയിൻ ബെസ്റ്റ് വിഷസ് ടു വിജയ് ഫാൻസ് ആൻഡ് വിജയ് ആൻഡ് തമിഴക വെട്രി കഴകം. ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും കേൾക്കുന്നതിന് താല്പര്യമുണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ടിടുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.